സർവീസ് സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സർവീസ്മാൻ റിട്ടയർഡായി വന്ന് ജില്ലാ സൈനിക് വെൽഫെയർ ബോർഡ് ഓഫീസിൽ പോയി പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ഐഡൻറ്റിറ്റി കാർഡ് ലഭിച്ചതിന് ശേഷം അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാനിവിടെ പറയുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് ഒരു ജോബിന് വേണ്ടിയുള്ള സീനിയോറിറ്റി ഒപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കടമ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സർവീസിൽ പോയി റിട്ടയർഡായതിന് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത ആ പ്രൈമറി എൻട്രിക്ക് ഒരു വാല്യൂവും ഇല്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു സെക്കൻഡറി എൻട്രി രജിസ്ട്രേഷനാണ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ചാർജ് ബുക്കിൻ്റെ കോപ്പി, ഐഡൻറ്റിറ്റി കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിനോടൊപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ മിലിറ്ററിയിൽ വല്ല കോഴ്സോ മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം കൂടി ഈ രജിസ്ട്രേഷൻ ടൈമിൽ കൊണ്ടുപോയി അവിടെ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കാർഡ് ലഭിക്കുന്നതാണ്. അതിന് ഇനി എന്നാണ് റിന്യൂ ചെയ്യേണ്ട ഡേറ്റും മറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ഒരു എക്സ് സർവീസ്മാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി സെക്കൻഡറി എൻട്രി രജിസ്ട്രേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്നവരും അടുത്ത ഒരു ജോബിന് വേണ്ടി നോക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിടണം. ഇവിടെ വന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിട്ടുള്ള എക്സ് സർവീസ്മാനിന് വേണ്ടിയുള്ള ജോബ് വേക്കൻസികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ത്രൂ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ബൈ പോസ്റ്റ് വഴിയോ ഇമെയിൽ വഴിയോ ടെലിഫോൺ വഴിയോ ബന്ധപ്പെടുകയും അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ളതോ ടെമ്പററി ആയിട്ടുള്ളതോ ജോബിൽ നമുക്ക് കയറാവുന്നതുമാണ്. സെക്കൻഡറി എൻട്രി രജിസ്ട്രേഷൻ എക്സ് സർവീസ്മാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് പോയി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഓൺലൈനിൽ പോയി ചെയ്തിട്ട് വരാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററിലോ പോയി രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടുമായി പറഞ്ഞ ഡോക്യുമെൻറ്റും എല്ലാമായി സബ്മിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അത് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതിനെ ID ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഗൂഗിളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ employment@kerala employment.kerala.gov.in ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം തന്നെ ഒരു വിൻഡോ, ഈ രജിസ്ട്രേഷൻ വിൻഡോ ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിൽ തന്നെ 3 ലൈൻ കാണാം. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹോം, തൊഴിൽ അന്വേഷകരുടെ രജിസ്ട്രേഷൻ, പുതുക്കൽ, ലോഗിൻ. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് തൊഴിൽ അന്വേഷകരുടെ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു ഫോം ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജോബ് സീക്കേഴ്സ് ലോഗിൻ ക്രിയേഷൻ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ, യുവർ റിക്വേർഡ് ലോഗിൻ ID, ഏത് ID ആണ് നിങ്ങൾ വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID, ആധാർ നമ്പർ, പിന്നെ ക്യാപ്ച കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന ലോഗിനിൽ പോയി യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് അയയ്ക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറിൽ മറ്റൊരാൾക്ക് ചിലപ്പം ഇത് ഉപകാരപ്പെട്ടെന്നിരിക്കും. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടനോടെ ഒന്ന് നയിക്കുക. ഞാനിടുന്ന ഓരോ ജോബ് പരമായിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കറക്റ്റ് ടൈമിലൊക്കെ സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.